നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ പോലെ വിവാദ നായകനും സ്വയം പ്രഖ്യാപിത ആൾദൈവവുമായ നിത്യാനന്ദയും സമാധിയായോ? നിത്യാനന്ദ മരിച്ചെന്ന് അഭ്യൂഹം എത്തുകയാണ്. നിത്യാനന്ദയുടെ അനുയായിയും സഹോദരിയുടെ മകനുമായ സുന്ദരേശ്വരനാണ് മരണവിവരം അറിയിച്ചത്. നിത്യാനന്ദയുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലായിരുന്നു വെളിപ്പെടുത്തൽ. സനാതന ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്നാണ് സുന്ദരേശ്വരൻ അനുയായികളെ അറിയിച്ചത്. എന്നാൽ നിത്യാനന്ദ മരിച്ചെന്ന വാർത്തകൾ മറ്റ് കേന്ദ്രങ്ങൾ തള്ളി. മരണവാർത്ത ഏപ്രിൽ ഫൂൾ എന്ന അർത്ഥത്തിൽ പങ്കുവച്ചതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും നിത്യാനന്ദ തന്നെ വന്ന് സമാധിയിൽ വ്യക്തത വരുത്തേണ്ടി വരും. നേരത്തെ നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ നിത്യാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് നിത്യാനന്ദയുടെ ജനനം. ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. തനിക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി ഒന്നിലധികം ആശ്രമങ്ങളും കെട്ടിപ്പടുത്തു. ഇതിനിടെയാണ് 2010 സിനിമാ നടിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അശ്ലീല വീഡിയോ പുറത്തു വന്നത്. ബലാത്സംഗ, ലൈംഗിക പീഡന കുറ്റങ്ങളും വന്നു. 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികളുടെ പരാതിക്ക് പിന്നാലെ നിത്യാനന്ദ ഇന്ത്യ വിടുകയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് സമീപത്തുള്ള ദ്വീപുകളിലൊന്ന് വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൈലാസയ്ക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രചരണം. ലോകത്തിലെ തന്നെ ഏക പരമാധികാര ഹിന്ദു രാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് പാസ്പോർട്ടിന് പുറമെ പൗരത്വം, കറൻസി തുടങ്ങിയവ നിത്യാനന്ദ സ്വാമി പ്രഖ്യാപിച്ചത്. എന്നാൽ കൈലാസം ഒരു വ്യാജ രാജ്യമാണെന്നും തട്ടിപ്പാണെന്നുമായിരുന്നു പലരുടെയും അഭിപ്രായം. പലതവണ ഓൺലൈൻ മുഖേന ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. നിത്യാനന്ദ മരിച്ചെന്ന് 2022 അഭ്യൂഹം പ്രചരിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന താൻ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയിച്ച് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി വീഡിയോ പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നില്ലായിരുന്നു. നിത്യാനന്ദയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ 10,000 കോടി രൂപയിലധികം വരുന്ന സ്വത്തിന് അവകാശി ആരായിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. സുന്ദരേശ്വരാനന്ദ സ്വാമി നിത്യാനന്ദയുടെ പിൻഗാമിയാകുമോ, അല്ലെങ്കിൽ സ്വത്തിൽ അവകാശവാദവുമായി നടിയും നിത്യാനന്ദയുടെ ശിഷ്യയുമായ രഞ്ജിത എത്തുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. 1978 ജനുവരി 1 തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ അരുണാചലം ലോകനായകി ദമ്പതികളുടെ മകനായിട്ടാണ് നിത്യാനന്ദ ജനിക്കുന്നത്. രാജശേഖരൻ എന്നായിരുന്നു അച്ഛനും അമ്മയും നൽകിയ പേര്. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച രാജശേഖരന് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ആത്മീയ വഴികൾ അന്ന് തന്നെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കഴിഞ്ഞ വ്യക്തിയാണ് രാജേശ്വരൻ എന്ന് മുൻകാല കഥകൾ പറയുന്നു. 1995 സന്യാസം സ്വീകരിക്കാൻ ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിൽ എത്തിയെങ്കിലും 10 വർഷത്തെ പഠനം 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയപ്പോഴേക്കും അവിടെ നിന്ന് മടങ്ങി. തുടർന്ന് ജീവിക്കാൻ പല പണികൾ ചെയ്ത അദ്ദേഹം വീണ്ടും ആത്മീയ വഴിയിലേക്ക് തിരിച്ചെത്തി. പവിഴക്കുണ്ടുമലയിൽ സ്ത്രീകൾ നടത്തുന്ന ആശ്രമത്തിൽ ചേർന്നെങ്കിലും പിന്നീട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ആത്മീയ പ്രഭാഷണവും ലോക സൗഖ്യ അവകാശവാദവുമാണ് രാജശേഖരന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നത്. 2000 സ്വന്തമായി ആശ്രമം തുടങ്ങിയ അദ്ദേഹം നിത്യാനന്ദ എന്ന പേര് സ്വീകരിച്ചു. തെന്നിന്ത്യൻ താരസുന്ദരിയായിരുന്ന നടി രഞ്ജിതയുമായുള്ള കിടപ്പറ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദങ്ങൾക്കിടയാക്കി. 2004 മുതൽ 2009 വരെ ശിഷ്യയായിരുന്ന ഒരു യുവതിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് നിത്യാനന്ദ കുടുങ്ങിയത്. 40ഓളം തവണ നിത്യാനന്ദ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവതിയുടെ പരാതി. പിന്നീട് തന്റെ 2 മക്കളെ നിത്യാനന്ദ തടവിൽ പാർപ്പിച്ചിരുന്നുവെന്ന അച്ഛന്റെ പരാതിയിലാണ് നിത്യാനന്ദയെ വെട്ടിലാക്കിയത്. ഈ പെൺകുട്ടികൾ അച്ഛനെ തള്ളി നിത്യാനന്ദയെ പിന്തുണച്ചെങ്കിലും അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരികയായിരുന്നു. പിന്നീട് ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. ആശ്രമത്തിൽ അമാവാസി ദിനത്തിൽ ഒരു പ്രത്യേകതരം മരുന്ന് നിത്യാനന്ദ തന്നെ തയ്യാറാക്കി നൽകാറുണ്ട്. അത് കഴിച്ചാൽ അയാളുടെ വിധേയത്വം കൂടും. കോടിക്കണക്കിന് സ്വത്ത് ആശ്രമത്തിന് എഴുതി വെച്ച് കുടുംബസമേതം അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. മോഡലുകളെ നിരത്തി പരസ്യം ചെയ്യുന്ന പോലെയാണ് സുന്ദരിമാരായ പെൺകുട്ടികളെ കാണിച്ച് ആളുകളെ വശീകരിക്കുന്നത്. പുരുഷന്മാർ വരെ അവിടെ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തൽ വരെ നിത്യാനന്ദക്കെതിരെ ഉയർന്നിരുന്നു.